പോകുന്നത് മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റം, ലീനിയർ കൺട്രോൾ സിസ്റ്റം, ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് പോർഷൻ. ഫസ്റ്റ് പോർഷൻ ഞാൻ പറഞ്ഞിരുന്നു മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റം. ഈ വീഡിയോ എന്ന് പറയുന്ന മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റമാണ്. റൊട്ടേഷണൽ സിസ്റ്റമാണ്. അപ്പോൾ മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റം വരുമ്പോൾ എല്ലാം എന്ത് വരും? ആംഗുലർ വരും അല്ലേ എല്ലാം. കാരണം റൊട്ടേഷനാണ് എക്സേർട്ട് ചെയ്യുന്നത്. റൊട്ടേഷൻ വരുമ്പോൾ turning or the twisting moment of a force about an axis is torque. നമ്മൾ ട്രാൻസ്ലേഷൻ സിസ്റ്റം പഠിപ്പിച്ചപ്പോഴത്തേനും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോഴ്സ് ആക്ട് ചെയ്യും, ഓപ്പോസിറ്റ് ഫോഴ്സുകൾ വരും അല്ലേ. ട്രാൻസ്ലേഷണൽ സിസ്റ്റം ആയിരുന്നത് കൊണ്ട് ഫോഴ്സ് ആണ്, അവിടെ ഓപ്പോസിങ് ഫോഴ്സുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ സിസ്റ്റത്തിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ടോർക്കാണ്. ഓക്കെ, ടോർക്ക് ടി ആണ്. ആൻഡ് ദ ഓപ്പോസിങ് ഫോഴ്സുകളെല്ലാം തന്നെ ഉണ്ട്, ഓപ്പോസിങ് ടോർക്കുകളെല്ലാം തന്നെ ഉണ്ട്. അവിടെ നമ്മുടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ് അല്ല, സോറി, നമുക്ക് ആക്ട് ചെയ്യുന്നത് ടോർക്കാണ്, ടി ആണെന്ന് പറഞ്ഞല്ലേ. അതുപോലെ ടോർക്ക് ഉണ്ട്. നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ടി റെപ്രസെൻറ്റിംഗ് ദ ടോർക്ക് ആൻഡ് തീറ്റ റെപ്രസെൻറ്റിംഗ് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ഹിയർ നമ്മുടെ ഫസ്റ്റ് കമ്പണന്റ് ഇസ് ടോർക്ക് ബാലൻസ് ഇക്വേഷൻ. നമ്മൾ ആദ്യം ടോർക്ക് ബാലൻസ് ഇക്വേഷൻ ചെയ്യാൻ പോവാണേ. ടോർക്ക് ബാലൻസ് ഇക്വേഷൻ ഓരോ കമ്പണൻസ് ആയിട്ട് എഴുതാം മിസ്. ഇപ്പോൾ അതിൽ ഫസ്റ്റ് കമ്പണന്റ് moment of inertia component or the J component. moment of inertia component rotation അല്ലേ, അതുകൊണ്ട് ഫസ്റ്റ് കമ്പണന്റ്. നമ്മൾ ട്രാൻസ്ലേഷൻ സിസ്റ്റം പറഞ്ഞപ്പോൾ മാസ് പറഞ്ഞിരുന്നു, റൈറ്റ്. മാസ് എന്ന് പറയുന്ന ഹെവി വെയിറ്റ് ഉള്ള ഒബ്ജക്റ്റ് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കമ്പണന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു ജെ. ലൈക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുക, അതിനകത്ത് ജെ റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ എന്തുണ്ടാവും? ഒരു തീറ്റ ഉണ്ടാവും. തീറ്റ വിത്ത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ റെപ്രസെന്റ് ചെയ്തു, തീറ്റ. ആൻഡ് ദ അപ്ലൈഡ് ടോർക്ക് ടി കൊടുത്തു. അപ്ലൈഡ് ടോർക്ക് ടി ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിങ് ഫോഴ്സുകൾ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോർക്ക് ടുവാർഡ്സ് ഞാൻ ഡൗൺവാർഡ്സ് വരച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിങ് ഫോഴ്സ് ഡ്യൂ ടു ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കമ്പണന്റ് ടി ജെ വിൽ ബി ഇൻ ദി upwards direction. ഇത് downwards അല്ലേ കൊടുത്തത്, so it will be in the upwards direction. okay, upwards direction. അങ്ങനെയാണെങ്കിൽ നമ്മുടെ opposing force due to the opposing force due to the moment of inertia component tj which is proportional to, അവിടെ നമ്മൾ എന്താ പറഞ്ഞ, fm which is proportional to the acceleration. like ഇവിടെ ടോർക്ക് അല്ലേ, ടോർക്ക് opposing torque due to the moment of inertia component will be proportional to the angular displacement, that is d square theta by dt square. okay, angular displacement, that is tj is equal to that moment of inertia proportionality constant j into d square theta by dt square. okay, j into d square theta by dt square. ഇതാണ് നമ്മുടെ ഫസ്റ്റ്, നമ്മൾ ടോർക്ക് ബാലൻസ് ഇക്വേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് കമ്പണന്റ് അല്ലെങ്കിൽ നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കമ്പണന്റ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കമ്പണന്റിൽ ഒക്കർ ചെയ്യുന്ന മെയിൻ ഫോഴ്സ് എന്ന് പറയുന്ന ടോർക്കാണ്, റൊട്ടേഷണൽ സിസ്റ്റം ആണ്. സോ ഇറ്റ് വിൽ ബി ടോർക്ക് എന്ന് പറഞ്ഞാൽ ടേണിംഗ് ഓർ ദ ട്വിസ്റ്റിംഗ് മൊമെന്റ് ഓഫ് എ ഫോഴ്സ് അബൌട്ട് ആൻ ആക്സിസ്. ഒരു ആക്സിസിൽ നിന്ന് ടേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ടോർക്ക് എന്ന് പറയുക. എങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ നമുക്ക് എന്തുണ്ടാവണം? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ വേണ്ടേ? angular displacement, that is tj proportional to d square theta by dt square, that is tj is equal to j into d square theta by dt square. ഇതാണ് നമ്മുടെ ടോർക്ക് ബാലൻസ് ഇക്വേഷൻ ഫസ്റ്റ് കമ്പണന്റ്. then second component നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കമ്പണന്റ് ഇറ്റ് വിൽ ബി ഡാഷ്പോർട്ട്. പിന്നെ ഇനിയുള്ള രണ്ട് ഡാഷ്പോർട്ട് സ്പ്രിങ്ങും സെയിം തന്നെയാണ് കേട്ടോ. നമ്മുടെ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിലും റൊട്ടേഷണൽ സിസ്റ്റത്തിലും കമ്പണൻസ് മാസും മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാത്രമേ ചേഞ്ച് ഉള്ളൂ. സെക്കൻഡും തേർഡും സെയിം ആണ് ഡാഷ്പോർട്ട് കമ്പണൻസ്. ഡാഷ്പോർട്ട് കമ്പണന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രിക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ബോഡീസിനെ നമ്മൾ ഡാഷ്പോർട്ട് കമ്പണന്റ് എന്ന് പറയും. റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ബി, ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെയും ഒരു ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഉണ്ടാവും, ഇവിടെ ഒരു ടോർക്ക് ഉണ്ടാവും അല്ലേ. ടോർക്ക് ഉണ്ടെങ്കിൽ ഒരു എൻഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ടി ബി എന്നൊരു ഒപ്പോസിങ് ടോർക്ക് ആക്ട് ചെയ്യും ഡാഷ്പോർട്ട് കമ്പണന്റിൽ.
opposing torque due to the dashpot component which is proportional to the angular velocity, right? Angular velocity അല്ലേ, അവിടെ നമ്മൾ വെലോസിറ്റി എന്നല്ലേ മക്കളെ പറയാ. അപ്പോൾ ഇവിടെ നമ്മുടെ angular velocity that is TB is equal to B into d theta by dt, B into d theta by dt. കിട്ടിയോ? TB എന്ന് പറയുന്ന നമ്മുടെ ഡാഷ്ബോർഡ് കമ്പണന്റ് രണ്ട് ഡിസ്പ്ലേസ്മെന്റിൽ, രണ്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിൽ കണക്ട് ചെയ്ത രണ്ട് ബോഡീസിന്റെ സെൻട്രലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോർക്ക് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു എന്താ ഡി ബൈ ഡി ടി ഓഫ് തീറ്റ 1 മൈനസ് തീറ്റ 2 അല്ലേ? ഓർ വി ക്യാൻ സേ ടി ബി. നമ്മൾ ഏത് കമ്പണന്റ് ആണോ കൺസിഡർ ചെയ്യുന്നത് അത് ആദ്യം എഴുതണം എന്ന് ഇന്നലെ മിസ് പറഞ്ഞിരുന്നു. സെക്കൻഡ് ആണെങ്കിൽ തീറ്റ 2 മൈനസ് തീറ്റ 1. ദാറ്റ് ഈസ് ഇവിടുത്തെ ടി ബി എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം? ബി ഇൻറ്റു ഫസ്റ്റ് കേസ് ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് തീറ്റ 1 മൈനസ് തീറ്റ 2. സെക്കൻഡ് കേസിൽ ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് തീറ്റ 2 മൈനസ് തീറ്റ 1 അല്ലേ? തീറ്റ 2 മൈനസ് തീറ്റ 1. ഇങ്ങനെയാണ് ടോർക്ക് ബാലൻസ് ഇക്വേഷൻ ഓഫ് ഡാഷ്ബോർഡ് കമ്പണന്റ് വരിക. Then the third component will be the spring. Okay, it will be the spring. Spring means spring ഇങ്ങനെ. അവിടെ തീറ്റ അറ്റ് ദ എൻഡ് പോയിന്റ് ഉണ്ട്. ഞാനൊരു തീറ്റ കൊടുത്തു, ടോർക്ക് അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് കേസ് ടി കെ വിച്ച് ഇസ് torque, opposing torque due to the spring component which is proportional to the angular displacement only. അല്ലേ? നമ്മൾ സ്പ്രിങ് പഠിച്ച എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെന്റിനോട് പ്രൊപ്പോർഷണൽ ആണെന്നല്ലേ? അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് only. That means TK is equal to K theta. That means TK is equal to K theta. ഇനി in the case of രണ്ട് ഡിസ്പ്ലേസ്മെന്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു തീറ്റ 1ഉം ടിയും തീറ്റ 2ഉം ഉണ്ടെങ്കിൽ ഒപ്പോസിംഗ് ഫോഴ്സ് ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ. ഒപ്പോസിംഗ് ഫോഴ്സ് ടി കെ പ്രൊപ്പോർഷണൽ ടു തീറ്റ 1 മൈനസ് തീറ്റ 2 ആൻഡ് ടി കെ ഇസ് ഈക്വൽ പ്രൊപ്പോർഷണൽ ടു തീറ്റ 2 മൈനസ് തീറ്റ 1. നമ്മൾ ഏത് കൺസിഡർ ചെയ്യുന്നു അത് ഫസ്റ്റ് എടുക്കണം. ടി കെ പ്രൊപ്പോർഷണൽ ടു തീറ്റ 1 മൈനസ് തീറ്റ 2 ആൻഡ് ടി കെ പ്രൊപ്പോർഷണൽ ടു തീറ്റ 2 മൈനസ് തീറ്റ 1. അപ്പോൾ ഇതാണ് നമ്മുടെ ടോർക്ക് ബാലൻസ് ഇക്വേഷൻ. ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ ഞാൻ മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിൽ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഇത് മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റം വരുമ്പോഴത്തേനും ടോർക്കാണ്, ഫോഴ്സ് അല്ല. ഇവിടുത്തെ കംപ്ലീറ്റ് ഒരു റൊട്ടേഷണൽ സിസ്റ്റത്തിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ടോർക്കാണ്. ദാറ്റ് ടോർക്ക് ബാലൻസ് ഇക്വേഷൻ ടോർക്ക് പറയുമ്പോൾ എന്തെന്ന് നമുക്ക് കിട്ടും? ഫസ്റ്റ് കമ്പണന്റ് നമുക്ക് പറയാം എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ കമ്പണന്റ്, ദാറ്റ് ഇസ് ജെ. മൊമെന്റ് ഓഫ് ഇനർഷ്യ കമ്പണന്റിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ടി ജെ ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. Second component will be the dashpot. Opposing torque due to the dashpot component which is proportional to the angular velocity. That is angular velocity TB is equal to B into d theta by dt. In the case of രണ്ട് displacement വന്നാൽ TB proportional to d by dt of theta 1 minus theta 2 അല്ലെങ്കിൽ theta 2 minus theta 1. That is B into d by dt of theta 1 minus theta 2. Second case B into d by dt of theta 2 minus theta 1. Then അടുത്ത സ്പ്രിങ് ആണ് നമ്മുടെ തേർഡ് കമ്പണന്റ് അല്ലേ മക്കളെ? അപ്പം നമ്മുടെ തേർഡ് കമ്പണന്റ് സ്പ്രിങ്ങിൽ എന്തായിരിക്കും? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഇസ് കെ. അപ്പം ടി കെ പ്രൊപ്പോർഷണൽ ടു തീറ്റ വെയർ ടി കെ ഈസ് ഈക്വൽ ടു കെ തീറ്റ. ടി കെ ഈസ് ഈക്വൽ ടു കെ തീറ്റ എന്ന് കിട്ടുന്നു. രണ്ട് ഡിസ്പ്ലേസ്മെന്റ് വന്നാൽ ഇറ്റ് വിൽ ബി ടി കെ പ്രൊപ്പോർഷണൽ ടു തീറ്റ 1 മൈനസ് തീറ്റ 2. ദാറ്റ് ഇസ് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് സ്പേസിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് എഴുതാത്ത, പ്രൊപ്പോർഷണൽ മാത്രം എഴുതിയത്. അപ്പോൾ ടി കെ ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ 1 മൈനസ് തീറ്റ 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിക്കോ. ടി കെ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ 1 മൈനസ് തീറ്റ 2. രണ്ടാമത്തെ കേസ് സെക്കൻഡ് കൺസിഡർ ചെയ്യുമ്പോൾ ടി കെ പ്രൊപ്പോർഷണൽ ടു തീറ്റ 2 മൈനസ് തീറ്റ 1. ദാറ്റ് ഇസ് ടി കെ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ 2 മൈനസ് തീറ്റ 1 എന്നും കിട്ടും. ഈ മൂന്ന് കമ്പണൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രാൻസ് ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടുത്തെ ട്രാൻസ് ഫംഗ്ഷൻ വരുന്ന എന്തായിരിക്കും? theta of s divided by t of s ആയിരിക്കും. Trans function is defined as the Laplace transform of output to the Laplace transform of input. That means the Laplace transform of output എന്ന് പറയുന്ന angular displacement and the Laplace transform of input എന്ന് പറയുന്ന ടോർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റത്തിൽ നമ്മൾ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് തീറ്റ ഓഫ്
തീറ്റ ഓഫ് എസ് ഡിവൈഡഡ് ബൈ ടി ഓഫ് എസ് എന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ഇത് മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റം ടോർക്ക് ബാലൻസ് ഇക്വേഷൻ ഡെറിവേഷൻ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ നോട്ട്സ് എഴുതി എടുക്കുക. ഞാൻ പറയുന്നത് ജസ്റ്റ് പോയിന്റ്സ് പറഞ്ഞിട്ട് ഡെറിവേഷനായിട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഡയലോഗുകളെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക. വീഡിയോ സ്ലോ ചെയ്ത് നിങ്ങൾ ഡയലോഗെല്ലാം എഴുതിയെടുത്ത് ഡെറിവേഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് നോക്കുക. എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്തിട്ടേക്കാം. ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക. ഞാൻ ആൻസർ ചെയ്തിട്ടേക്കുന്നതാണ്. താങ്ക് യു.